நரை வந்த பிறகே பிடிக்குது கடலை நரை வந்த பிறகே புரியுது உலகை. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ്. എനിക്ക് ഇന്ന് ഫുള്ള് മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു പാട്ടാണ്. നമ്മളിന്ന് വയനാട് നിന്ന് മൈസൂർ പൊക്കോണ്ടിരിക്കുക. അവിടെ കർണാടക എവിടെയാണ് മൈസൂർ ആവാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്കിലൊക്കെ ഭയങ്കര വെയിലാണെങ്കിൽ പോലും തണുപ്പ് പറഞ്ഞ് നിൽക്കാൻ ഭയങ്കര തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വന്നത്. പക്ഷെ വയനാട് എനിക്ക് ഇത്ര ഭയങ്കര തണുപ്പാണ്. ഫുഡ് കഴിക്കാനായിട്ട് അറിയില്ല. അത് ഞാൻ സൂപ്പറായിരുന്നു. ഞാൻ ഇവിടെ എല്ലാ കറിയിലും മല്ലിയില ആണ് സുഹൃത്തുക്കളെ. കടലക്കറിയിൽ, കിഴങ്ങറിയിൽ, ചമ്മന്തി വരെ മല്ലിയില. ഞാൻ ദോശ എടുത്തത്, പക്ഷെ ദോശ കൊള്ളാം. ദോശ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കേസരി, പാസ്ത, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഗ്ലാസ് ചായ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചാമുണ്ഡി ഹിൽസ് ആണ്. ചാമുണ്ഡി ഹിൽസിലോട്ട് പോകുന്ന വഴിക്ക് താഴെ നോക്കിയപ്പോൾ കണ്ടതാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഇങ്ങനെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചാമുണ്ഡി ഹിൽസിലോട്ട് വന്നിട്ട് ഇനി അകത്ത് കയറണം. ഭയങ്കര തിരക്കാണെന്നറിയാമല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്നുള്ള ഒരു ഓടിപ്പടച്ചിൽ നടത്തേണ്ടി വന്നു. ഇപ്പോൾ മൈസൂർ ചാമുണ്ഡി ഹിൽസിലാണ്. ചാമുണ്ഡി ഹിൽസിൽ വന്ന് നമ്മൾ വിചാരിച്ച് തൊഴാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ക്യൂ ആയിരുന്നു. പക്ഷേ എന്തോ നമ്മൾ തൊഴുതിറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്ന മൈസൂർ പാലസിലാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ളത് കാണിച്ചു. ഗൈസ്, നമ്മൾ ഇപ്പോൾ മൈസൂർ പാലസ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് കയറിട്ട് പക്ഷേ നേരത്തെ തണുപ്പില്ല. സമയം കൂടി വരുമ്പോഴത്തേക്ക് വെയിലടിക്കുന്നതുകൊണ്ടാണ് തണുപ്പില്ല. കള്ളം നല്ലതാണ്. ഇനി നമ്മൾ പാലസിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻട്രി കണ്ടുപിടിക്കാനായിട്ടുള്ള പോക്കാണിത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഇതാണ് അമർനാഥ്. ഇനി നമ്മളവിടെ ചെന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ തൊപ്പിയിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ മിസ്സ്. പിന്നെ ഇത് ആദിത്യ, അവളും ഞാനും കൂടെ ആണ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയൊരു വിളിപ്പേരും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ പാലസ് ഫുള്ള് ചുറ്റി നടന്ന് കണ്ടേ. അതൊക്കെ പോട്ടെ, നമുക്കിനി മൈസൂർ പാലസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. മൈസൂർ പാലസിനെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നതെന്ന് പറയുന്നത് അംബാവിലാസ് എന്നാണ്. ഇത് മൈസൂർ ഭരിച്ചിരുന്ന വാടിയ രാജാക്കന്മാരുടെ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്ന എല്ലാ വസതിയാണ്. ഇത് 14-ാം നൂറ്റാണ്ടിൽ ഒരു പാലസായിട്ട് നിർമ്മിച്ചു. പിന്നെ ഇത് തകർക്കപ്പെട്ടു. അതിനുശേഷം 1897 പുനർനിർമ്മിച്ച് 1912 പണി പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് ഈ കാണുന്ന കൊട്ടാരം ആക്കി മാറ്റി. ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇൻഡോ സാസാനിക് വാസ്തുവിദ്യയാണ്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിനാണ്. പാലസിൻ്റെ അകത്ത് ഏതാണ്ട് 12ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങളാണുള്ളത്. പ്രധാനമായിട്ട് സോമേശ്വര ക്ഷേത്രം, അതായത് ശിവക്ഷേത്രം, ലക്ഷ്മിനാരായണ ക്ഷേത്രം, ശ്വേതവരാഹസ്വാമി ക്ഷേത്രം എന്നിവയാണ്. പാലസിൻ്റെ പ്രധാന ആകർഷണമായ പെയിൻറ്റിങ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത് നമ്മുടെ രവിവർമ്മയാണ്. രവിവർമ്മയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസാണ് ഇത്. പെർ പേഴ്സൺ 120 രൂപയാണ് ഈ പാലസിനകത്ത് പ്രവേശിക്കുന്നതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. മൈസൂർ ആരൊക്കെ വരുന്നോ അവരെല്ലാം ഈ പാലസ് മസ്റ്റ് വിസിറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ, കാരണം അത്ര അടിപൊളിയാണ്. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. ഇതിൻ്റെ ഗാർഡനൊക്കെ എന്ന് പറയുന്നത് അത്ര അടിപൊളിയാണ്. നമ്മൾ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. പാലസിൻ്റെ ഫുള്ള് മൊത്തത്തിൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഇതാണ്. നമ്മൾ ഒത്തിരി അതിനകത്ത് ഓരോ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഞെട്ടി നിന്ന സംഭവങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ സാറ് ഈ കണ്ണാടിയിട്ടുകൊണ്ടിരിക്കുന്നത്. സാറ് പറയുകയാണ് നമ്മളിനി ഫ്രണ്ടിലോട്ട് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാതെ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത ചർച്ചിലോട്ട് പോയി. ചർച്ചും ഭയങ്കര അടിപൊളിയായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഡേ. അത്രയേ ഉള്ളൂ. ടാറ്റാ.